കുഞ്ഞുങ്ങളെയും വഹിച്ചുകൊണ്ട് ഗർഭിണികളും അതുപോലെ തന്നെ ഭാര്യ, മക്കള്, കുഞ്ഞുമക്കൾ എല്ലാവരെയും വഹിച്ചുകൊണ്ട് അവർ സ്വന്തം ജീവിതത്തിന് വേണ്ടി ജീവൻ നിലനിർത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന കുടിയേറ്റക്കാരുടെ മനോവേദന അതേപോലെ സ്വന്തം ഹൃദയത്തിൽ ആവഹിച്ചുകൊണ്ടാണ് പാപ്പ ഈ സ്റ്റാച്യു ചെയ്യാനായിട്ട് സ്വയം പ്രേരിതനാകുന്നതും. അത് വത്തിക്കാൻ്റെ ഏറ്റവും സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അവിടെ ഒരു ബോട്ടിൻ്റെ അകത്താണ് ഇവരങ്ങൾ നിൽക്കുന്നത്. ഇതിലാണ് ഇത് എല്ലാം അവരുടെ വേദനകളുടെ എല്ലാ കഥകളും ഓരോ മുഖത്ത് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് പാപ്പ തൻ്റെ പാപ്പാസ്ഥാനം ഏറ്റെടുത്ത് 2-3 വർഷത്തിനുള്ളിലാണ് ഇത് ഇവിടെ സ്ഥാപിച്ചത്. വത്തിക്കാനിലെ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുറ്റത്ത് അതിൻ്റെ ചത്വരത്തിലാണ് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് പാപ്പ ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പാപ്പ കുടിയേറ്റ ഫാമിലിയിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് തന്നെയാണ് പാപ്പയുടെ ഹൃദയം അവർക്ക് നേരെ എപ്പോഴും നീട്ടപ്പെട്ടത്. അതിൽ പാപ്പ മതമോ നിറമോ ഒന്നും നോക്കിയില്ല. അതുകൊണ്ട് തന്നെയാണ് പാപ്പ കുടിയേറ്റക്കാർക്ക് എവിടെയും സ്ഥലമില്ലാതാകുമ്പോൾ വത്തിക്കാൻ എപ്പോഴും സ്ഥിരസഭ എപ്പോഴും ഓപ്പൺ ആയിരുന്നു അവർക്ക് വേണ്ടി.